കോഴിക്കോട് കാക്കൂരിൽ പോലീസിന് നേരെ അക്രമം, എസ്ഐക്ക് അടക്കം പരിക്കേൽക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളുമായി റിയാസ് KM ചേരുകയാണ്. SIക്കും പോലീസുകാർക്കുമാണ് പരിക്കേറ്റത്. പോലീസ് വാഹനവും തകർത്തിട്ടുണ്ട്. 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റിയാസ് KM, എന്താണ് ഈ ദൃശ്യങ്ങൾ കാണാം ഞങ്ങൾക്ക്. പോലീസുമായി അക്രമത്തിലുള്ള യുവാക്കൾ അവരാരാണ്, എന്താണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അജിംഷാദ്, കോഴിക്കോട് കാക്കൂരിലാണ് പോലീസിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അതായത് വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഈ യുവാക്കൾ പണപ്പിരിവ് നടത്തുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത പോലീസുകാർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാക്കൂർ SI അബ്ദുൽ സലാമിനും മറ്റു പോലീസുകാർക്കും പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഈ പോലീസിന്റെ വാഹനങ്ങളും ഈ അക്രമികൾ തകർത്തിട്ടുണ്ട്. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും സുബിൻ, ബിജീഷ്, അജേഷ്, അതുൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാക്കൂർ പെരുമ്പോയിൽ വെച്ചായിരുന്നു ഈ സംഭവം. അജിംഷാദ്, എന്ത് പിരിവാണ്? ഈ ക്രിസ്മസ് ദിനത്തിലായിരുന്നോ, ഇന്നലെ ആയിരുന്നോ സംഭവം? ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഈ പണപ്പിരിവിനെ സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. ഈ പണപ്പിരിവ് ചോദ്യം ചെയ്തതിനാണ് പോലീസിനെ ആക്രമിച്ചത്. പ്രത്യേകിച്ച് SI അടക്കമുള്ള പോലീസുകാരെയാണ് ഈ ക്രിമിനൽ സംഘം ആക്രമിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തവരെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. അതായത് ഈ പണപ്പിരിവ് നടത്തുന്നു, നാട്ടുകാർ പരാതിപ്പെടുന്നു, അവിടേക്ക് പോലീസ് എത്തുന്നു. അങ്ങനെ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഈ യുവാക്കൾ 4 പേർ ചേർന്നിട്ടാണോ, അതോ വലിയൊരു സംഘമുണ്ടോ? 4 പേരാണ് അറസ്റ്റിലായെങ്കിൽ പോലും അവർ ചേർന്ന് പോലീസിനെ മർദ്ദിക്കുകയായിരുന്നോ? പോലീസ് വേണ്ടവണ്ണം അംഗബലവും കുറവായിരിക്കും ഒരുപക്ഷെ, അല്ലേ? ദൃശ്യങ്ങൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. റിയാസ് KM. തീർച്ചയായും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോലീസ് ഈ പണപ്പിരിവ് ചോദ്യം ചെയ്ത സമയത്ത് SI അടക്കമുള്ളവരെ ഈ 4 പേർ ചേർന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യം. മാത്രമല്ല ഈ പോലീസിന്റെ വാഹനം, അതായത് പോലീസ് ജീപ്പിന്റെ ചില്ലുൾപ്പെടെ അടിച്ചു തകർക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ അക്രമികളെ കീഴ്പ്പെടുത്തിയതും 4 പേരെ കസ്റ്റഡിയിലെടുത്തതും. മാത്രമല്ല ഇവർ മറ്റ് എന്തെങ്കിലും ലഹരി മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അജിംഷാദ്, അതായത് ഈ പോലീസ് വാഹനം തകർത്തിട്ടുള്ളതും നമ്മുടെ ദൃശ്യങ്ങളിൽ കേരള വിഷന്റെ വാർത്താ സംഘം പകർത്തിയ ദൃശ്യങ്ങളിലുണ്ട്. ഒരുപക്ഷെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത് എന്താണ്? ഈ 4 പേർ, അറസ്റ്റിലായ 4 പേർ, നേരത്തെ റിയാസ് അവരുടെ പേരൊക്കെ പറഞ്ഞു, 4 പേരാണ് അറസ്റ്റിലായത്. കൂടുതൽ പേർ അറസ്റ്റിൽ വരിക്കാനുണ്ടോ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുണ്ടോ? ഇതിന്റെ പിന്നിൽ വലിയ സംഘമുണ്ടോ? അത്തരം കാര്യങ്ങൾ കൂടി അറിയുന്ന അനൌദ്യോഗികമായ വിവരങ്ങൾ കൂടി ചേർത്താൽ റിയാസ്. അതായത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 4 പേർ സുബിൻ, ബിജീഷ്, അജേഷ്, അതുൽ എന്നിവരാണ്. ഇവരെയാണ് കാക്കൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും മറ്റു നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഈ നേരിട്ടുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട 4 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് പിന്നിൽ, അതായത് ഈ പണപ്പിരിവ് നടത്താൻ മറ്റെന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ, അല്ല ഇവർ 4 പേർ മാത്രം തീരുമാനിച്ചതാണോ, അത്തരത്തിലുള്ള പണപ്പിരിവാണോ നടന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. അഥവാ അത്തരത്തിൽ മറ്റ് ഗൂഢാലോചന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളുകളിലേക്കും അന്വേഷണം നീങ്ങും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ അക്രമത്തിന് വിധേയമായ പോലീസുകാരുടെ അവസ്ഥ എന്താണ്? SI അടക്കമുള്ളവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ ഇപ്പോൾ, അതോ ചികിത്സ തേടിയ ശേഷം പോയോ? കാക്കൂർ SI അബ്ദുൽ സലാമും മറ്റു പോലീസുകാരുമാണ്. അവരെ സംബന്ധിച്ച് അവർ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം പിന്നീട് വിശ്രമിക്കുകയും അതിനുശേഷം ഇന്നു മുതൽ അവർ തിരികെ ഡ്യൂട്ടിയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അവരുടെ പരിക്ക് സാരമുള്ളതല്ല. എങ്കിൽ കൂടിയും ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യം, നാട്ടുകാർ പരാതിപ്പെട്ടതനുസരിച്ച് പോലീസ് എത്തി പണപ്പിരിവിനെതിരെ. അപ്പോൾ ആ പണപ്പിരിവ് നടത്തിയത് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പൊതുജന മധ്യത്തിൽ വെച്ച് പോലീസിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗൗരവകരമായ വിഷയം. അതായത് ക്രമസമാധാന പാലനം, നിയമപാലനം കൃത്യമായി നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ഗുണ്ടാ സംഘങ്ങൾ ആക്രമിക്കുന്നു എന്ന ഒരു സംഭവം, അത് അങ്ങേയറ്റം ഗൗരവകരമായ ഒരു കാര്യമാണ്. അതും പോലീസ് സേന ഇത് ഏറെ ഗൗരവത്തോടു കൂടിയാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി റിയാസ് KM ആണ് വിവരങ്ങൾ നൽകിയത്. പണപ്പിരിവ് നടത്തിയത് ചോദ്യം ചെയ്ത് പരാതിയെ തുടർന്നെത്തിയ പോലീസിന് നേരെ അക്രമം അഴിച്ചുവിട്ട് യുവാക്കൾ 4 പേരാണ് അങ്ങനെ പിടിയിലായിരിക്കുന്നത്. പോലീസിനെ ആക്രമിക്കുകയും പോലീസ് വാഹനം തകർക്കുകയും നടുറോഡിൽ തകർക്കുകയും ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുകയാണ്. അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പം റിയാസ് KM ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.